വർഷത്തിൽ 3 മാസം നടയടച്ചിരുന്ന അമ്പലത്തെപ്പറ്റി കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടില്ലെങ്കിൽ അറിഞ്ഞോളൂ. കോട്ടയം ജില്ലയിലെ കുടമാളൂരിൽ കരുളങ്ങര ദേവീക്ഷേത്രത്തിലാണ് ഈ വിശേഷാൽ ചടങ്ങ് നടക്കുന്നത്. വർഷത്തിൽ 3 മാസം ദേവി മധുരയ്ക്ക് പോകുന്നു എന്നാണ് സങ്കല്പം. അന്നേ ദിവസം നാട്ടുകാരെല്ലാവരും ചേർന്ന് ദേവിയെ ആഘോഷപൂർവ്വം യാത്രയയക്കുന്നു എന്നാണ് വിശ്വാസം. രാവിലെ മുതൽ കുംഭകോണങ്ങളും വൈകിട്ട് ഗരുഡനും ഗുരുതിയും എല്ലാ ചടങ്ങുകൾക്കും ശേഷമാണ് ദേവി മധുരയ്ക്ക് പോകുന്നു എന്ന ചടങ്ങ് നടക്കുന്നത്. വിഷുവിൻ്റെ പിറ്റേ ദിവസം മധുരയിലെ ചില ഗ്രാമങ്ങളിൽ മലയാളകത്തമ്മയെ സ്വീകരിക്കുന്ന ചടങ്ങുകൾ പോലും നിലവിലുണ്ടെന്നാണ് കരുതപ്പെടുന്നത്. ഗ്രാമദേവതയായ ശ്രീ കരുളങ്ങര ഭഗവതിയുടെ ഈ വിശേഷപ്പെട്ട ദിവസം എല്ലാവർക്കും ധന്യത നിറഞ്ഞ ഒരു നല്ല തുടക്കമാവട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുകയാണ്. വരും നാളുകളിൽ നമുക്ക് നല്ല ഐശ്വര്യത്തിൻ്റെ ദിവസങ്ങളാകട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. ഇനി എപ്പോഴെങ്കിലും കരുളങ്ങര ദേവീക്ഷേത്രം തൊഴാൻ വരണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് കർക്കിടകം 1-ാം തീയതി ദേവിയുടെ തിരുനട തുറക്കുന്നതാണ്. അപ്പോൾ ദേവിയെ വന്ന് കാണാം, അനുഗ്രഹം നേടാം. വൈക്കത്ത് മൂത്തേടത്തുകാവ് ഭഗവതി നമ്മുടെ കരുളങ്ങര ഭഗവതിയുടെ ജ്യേഷ്ഠത്തിയാണെന്നാണ് വിശ്വസിക്കുന്നത്. അത് ഈ ക്ഷേത്രത്തിലെ ചടങ്ങുകൾ തന്നെയാണ് അവിടെയും നടക്കുന്നത്. രാത്രി 2 പേരും ഒരുമിച്ച് മധുരയ്ക്ക് പോകുന്നു എന്നാണ് വിശ്വാസം. എൻ്റെ നാടിൻ്റെ ഹൃദയത്തുടിപ്പാണ് ഈ ഓരോ വിഷു മഹോത്സവങ്ങളും. അപ്പോൾ എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദയം നിറഞ്ഞ വിശ്വാശംസകൾ. ഗോവിന്ദ് ജനനിയുടെ പ്രൊഡക്റ്റാണ് ഡ്രസ്സ്.